പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധിയിൽ ജീവിക്കാനായിട്ട് എൻ്റെ ജീവിതത്തിൽ വേണ്ട ഏറ്റവും വലിയൊരു കാര്യങ്ങളിലൊന്ന് എൻ്റെ ജീവിതത്തിൽ ഈശോയെ കണ്ടുമുട്ടണം എന്നുള്ളതാണ്. ഈശോയെ കണ്ടുമുട്ടണം. ഈശോയെ കണ്ടുമുട്ടുന്ന നിമിഷം മുതലാണ് എൻ്റെ ജീവിതത്തിലൊരു മാറ്റം വരിക. എൻ്റെ ഈശോയുടെ ഹൃദയത്തോട് എൻ്റെ ഹൃദയം ചേരുന്ന നിമിഷം മുതലാണ് ജീവിതത്തിലൊരു മാറ്റം വരിക. എൻകൗണ്ടർ വിത്ത് ജീസസ്. ഈശോയെ കണ്ടുമുട്ടണം, ഈശോയെ അഭിമുഖീകരിക്കണം. ഈശോയുടെ സ്നേഹം എൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ എൻ്റെ ജീവിതത്തിന് മാറ്റം വരും. വചനമുണ്ടല്ലോ, അപ്പോസ്തല പ്രവർത്തനങ്ങൾ 9-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. സാവൂള് കുതിരപ്പുറത്ത് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള യാത്രയാണ്. അതിനിടയിൽ ഒരു മിന്നൽ പിണർ വന്ന് കുതിരപ്പുറത്ത് യാത്ര ചെയ്യുന്ന അവൻ്റെ മേൽ പതിക്കുകയാണ്. അവൻ നിലം പതിക്കുന്നു. നിലം പതിച്ച് കഴിയുമ്പോൾ അവൻ ചോദിക്കുകയാണ്, അങ്ങ് ആരാണ്? അപ്പോൾ കർത്താവ് പറയാണ്, സാവുൾ സാവുൾ, നീ പീഡിപ്പിക്കുന്ന ഈശോയാകുന്നു ഞാൻ. ആ നിമിഷം മുതലാണ് അവൻ്റെ ജീവിതത്തിലൊരു മാറ്റം ഉണ്ടാവുക. കർത്താവിനെ കൺഫ്രണ്ട് ചെയ്യുന്ന നിമിഷത്തിലാണ് അവൻ ഒരു അപ്പോസ്തലനായിട്ട് രൂപാന്തരപ്പെടുക. വീണ്ടും നമ്മൾ കാണും, യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ, വ്യഭിചാരം എന്ന 6-ാം പ്രമാണ ലംഘനത്തിൻ്റെ മാരക പാപത്തിൻ്റെ വിഷദംശനമേറ്റൊരു സ്ത്രീയായിരുന്നു. നരകത്തിലേക്ക് പ്രത്യേകമായിട്ട് സാത്താൻ്റെ നഖത്തിലമർന്ന ഒരു സ്ത്രീയായിരുന്നു. അവള് കല്ലെറിയപ്പെട്ട് കൊല്ലാൻ വരുമ്പോഴാണ് ഈശോയെ കണ്ടുമുട്ടുക. ഈശോ അവളിൽ കാരുണ്യം തോന്നി അവളെ ആ ജനത്തിൽ നിന്ന് രക്ഷിക്കുകയാണ്. ഈശോയെ കണ്ടുമുട്ടിയ ആ നിമിഷത്തിൽ അവളുടെ ഉള്ളിലൊരു മാറ്റം സംഭവിക്കുകയാണ്. എന്നേക്കുമായി പാപത്തോട് വിട പറയുകയാണ്. ഈശോയെ കണ്ടുമുട്ടണം. ഈശോയെ കണ്ടുമുട്ടുമ്പോൾ ജീവിതത്തിൽ മാറ്റം ഉണ്ടാവും. ഈശോയെ കണ്ടുമുട്ടി അവൻ്റെ സ്നേഹം എൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ഒരു മാറ്റം ഉണ്ടാവും. ഈശോയെ കണ്ടുമുട്ടിയോ? അവനോട് സംസാരിക്കാറുണ്ടോ? അവനോട് പ്രാർത്ഥിക്കാറുണ്ടോ? നിൻ്റെ ഹൃദയ വിചാരങ്ങളും വികാരങ്ങളും ഈശോയോട് പങ്കുവയ്ക്കാറുണ്ടോ? ഈശോയെ കണ്ടുമുട്ടാനുള്ള കൃപ ലഭിക്കട്ടെ. ഇന്ന് മെസ്സേജ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം, ഈശോയെ അങ്ങയെ സ്നേഹിക്കാൻ കൃപ നൽകണമേ എന്ന്. ദിവ്യകാരുണ്യനാഥൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.